മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ധർമ്മം എന്നൊരു വാക്ക് എല്ലാവരും പ്രയോഗിക്കുന്നതാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാലും പലരും അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതായ ഒരു വാക്കാണ് ധർമ്മം. ധാരയതി ഇതി ധർമ്മ, ധാരണാത് ധർമ്മ. ഏതൊന്നാണോ നമുക്ക് ജീവിതത്തിൽ മാർഗനിർദ്ദേശം നൽകുന്നത്, നമുക്ക് വഴികാട്ടിയാവുന്നത്, നമ്മളെ ധരിക്കുന്നത്, നമുക്ക് നിർദ്ദേശം തരുന്നത്, വാട്ട് എവർ ഈസ് ഇൻസ്ട്രക്റ്റിംഗ് അസ്, ഡയറക്റ്റിംഗ് അസ്, ഗൈഡിങ് അസ്, അതിനെയാണ് ധർമ്മം എന്ന് പറയുക. അതിന് ഇംഗ്ലീഷിൽ ഈക്വലന്റ് വാക്കില്ല. അതുകൊണ്ട് 3 ഇംഗ്ലീഷ് വാക്കുകൾ ചേർത്ത് അതിനെ പറയാം. ഡ്യൂട്ടി പ്ലസ് റെസ്പോൺസിബിലിറ്റി പ്ലസ് പ്രിവിലേജ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. അതാണ് അദ്ദേഹത്തിന്റെ ധർമ്മം. ഈ ധർമ്മം 5 തരത്തിലാണുള്ളത്. നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിന് ഈ 5 വാക്കുകൾ നിങ്ങൾ ഓർമ്മിച്ചിരിക്കണം. വ്യക്തിധർമ്മം. ഒരു വ്യക്തി ആ വ്യക്തി എന്നുള്ള നിലയിൽ ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള ധർമ്മത്തെ നമ്മൾ വ്യക്തിധർമ്മം എന്ന് പറയും. ആ വ്യക്തി ഒരു കുടുംബത്തിലെ അംഗമാകുമ്പോൾ അയാൾക്ക് കുടുംബധർമ്മമുണ്ട്. വ്യക്തിധർമ്മം, കുടുംബധർമ്മം. ആ വ്യക്തി ഒരു വലിയ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥൻ ആവുമ്പോൾ, അല്ലെങ്കിൽ ചെറിയ സ്ഥാപനത്തിലെ ഉത്തരവാദിത്വമുള്ള വ്യക്തിയാവുമ്പോൾ ഔദ്യോഗിക ധർമ്മമുണ്ട്. വ്യക്തിധർമ്മം, കുടുംബധർമ്മം, ഔദ്യോഗിക ധർമ്മം, സമൂഹധർമ്മം. ഒരു സമൂഹത്തിൽ ആ വ്യക്തി ജീവിക്കുമ്പോൾ ആ സമൂഹത്തിന് വേണ്ടി ഇയാൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറേ ധർമ്മങ്ങളുണ്ട്. ഡ്യൂട്ടി പ്ലസ് റെസ്പോൺസിബിലിറ്റി പ്ലസ് പ്രിവിലേജ്. അതിനെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയാം. ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി, ഇൻഡിവിജ്വൽ ധർമ്മ, ഫാമിലി ധർമ്മ, പ്രൊഫഷണൽ ധർമ്മ, സോഷ്യൽ ധർമ്മ ആൻഡ് നാഷണൽ. ഒരു രാഷ്ട്രത്തിന് വേണ്ടി ഒരു വ്യക്തി ചെയ്തു തീർക്കേണ്ട ധർമ്മമുണ്ട്. അതാണ് രാഷ്ട്രധർമ്മം. 5 തരത്തിലുള്ള ധർമ്മം വ്യക്തിയുടെ, കുടുംബത്തിന്റെ, സമൂഹത്തിന്റെ, ഉദ്യോഗത്തിന്റെ, രാഷ്ട്രത്തിന്റെ ധർമ്മം. ഇത് ഒരു മകൻ ചെയ്യുമ്പോൾ സൺ, അത് പുത്രധർമ്മമായി മാറും. ഒരമ്മ ചെയ്യുമ്പോൾ മാതൃധർമ്മമായി മാറും. ഒരച്ഛൻ അത് ചെയ്യുമ്പോൾ പിതൃധർമ്മമാണ്. ഒരു ഭർത്താവ് ചെയ്യുമ്പോൾ ഭർത്തൃധർമ്മം, ഭാര്യ ചെയ്യുമ്പോൾ പത്നീധർമ്മം. ഒരു പൗരൻ അത് ചെയ്യുമ്പോൾ പൗരധർമ്മം. ഒരു രാജാവ്, ആ രാജാവിന്റെ ഡ്യൂട്ടി പ്ലസ് റെസ്പോൺസിബിലിറ്റി പ്ലസ് പ്രിവിലേജ്, അത് രാജധർമ്മം. ഒരു മന്ത്രി അത് ചെയ്യുമ്പോൾ അമാത്യധർമ്മം. ഒരു ആചാര്യൻ, അധ്യാപകൻ അത് ചെയ്യുമ്പോൾ അത് ആചാര്യധർമ്മം. ഇതെല്ലാം കൂടി ചേർത്ത് എഴുതിയാൽ മാതൃധർമ്മം പ്ലസ് പിതൃധർമ്മം പ്ലസ് പുത്രധർമ്മം പ്ലസ് പുത്രീധർമ്മം പ്ലസ് ഭർത്തൃധർമ്മം പ്ലസ് ഭാര്യാധർമ്മം പ്ലസ് രാജധർമ്മം, പൗരധർമ്മം, ആചാര്യധർമ്മം, അമാത്യധർമ്മം പ്ലസ് എറ്റ്സെട്ര ഈസ് ഈക്വൽ ടു സനാതന ധർമ്മം. ഈ സനാതന ധർമ്മം എന്ന് പറയുന്നത് ഓരോ വ്യക്തിയും ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള ഡ്യൂട്ടിയും റെസ്പോൺസിബിലിറ്റിയും പ്രിവിലേജുമാണ്. അതുകൊണ്ടാണ് നമ്മുടെ സനാതന ധർമ്മം ഒരു മതമല്ല, അതൊരു ജീവിതചര്യയാണ് എന്ന് പറയുന്നത്. ഈ ജീവിതചര്യ ആയിരക്കണക്കിന് ഋഷിമാര് ധർമ്മശാസ്ത്രത്തിൽ എഴുതിയിരിക്കുന്നതാണ്. അവരുടെ പേരിലുള്ള ധർമ്മശാസ്ത്രമോ അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ധർമ്മശാസ്ത്രത്തിലോ എഴുതിയിരിക്കുന്നതാണ്
ഈ ആചാരങ്ങളും ധർമ്മവും. അതുകൊണ്ട് ധർമ്മം എന്ന വാക്കിൻ്റെ അർത്ഥം ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും BJPക്കാരും അറിയണം. മതവും ധർമ്മവും തമ്മിൽ പോലും തിരിച്ചറിയാൻ പറ്റാതെ നമ്മളെ ഏതൊക്കെയോ വിധത്തിൽ ആക്രോശിക്കുന്നതിന് ഈ ഒരു സന്ദേശം പ്രയോജനപ്രദമാകട്ടെ എന്ന് വിചാരിക്കുന്നു. പ്രണാമം, നമസ്കാരം.